ശസ്ത്രക്രിയാ ഉപകരണങ്ങളോ സ്ട്രെച്ചിങ് മെഷീനുകളോ അല്ലെങ്കിൽ പ്രത്യേകതരം ഷൂസുകളോ ഇല്ലാതെ തന്നെ ബഹിരാകാശത്തേക്ക് പോകുന്നത് നിങ്ങളെ ഉയരമുള്ള ഒരാളാക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഭൂമി വിട്ടു പോകുന്ന ബഹിരാകാശ യാത്രികർ തിരിച്ചെത്തുമ്പോൾ പലപ്പോഴും 2 മുതൽ 5 സെന്റിമീറ്റർ വരെ ഉയരം കൂടിയതായി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇതെങ്ങനെ സാധ്യമാകും? ബഹിരാകാശത്ത് മനുഷ്യ ശരീരത്തിന് രഹസ്യമായി എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? മാത്രമല്ല, ശരീരത്തിൽ സംഭവിക്കുന്ന ഈ മാറ്റം ശാശ്വതമാണോ? അതായത് എപ്പോഴും തുടർന്നു പോകുമോ? ഇതിനു പിന്നിലെ സത്യം നിങ്ങൾ വിചാരിക്കുന്നതിലും വിചിത്രമാണ്. ഈ വിഷയം കൈകാര്യം ചെയ്യാൻ നമുക്ക് കുറച്ച് ഭൂമിക്ക് അപ്പുറത്തേക്ക് സഞ്ചരിക്കാം, കൂടാതെ മനുഷ്യന്റെ നട്ടെല്ലിലേക്കും. നമുക്കറിയാം, ഭൂമിയിൽ ഗുരുത്വാകർഷണം നിരന്തരം നമ്മുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. നമ്മുടെ നട്ടെല്ലിലെ ഓരോ അസ്ഥിക്കുമിടയിൽ ഇന്റർവെർട്ടിബ്രൽ ഡിസ്കുകൾ എന്നറിയപ്പെടുന്ന മൃദുവായ തലയണകളുണ്ട്. അവ ഷോക്ക് അബ്സോർബറുകൾ പോലെ പ്രവർത്തിക്കുന്നു. ദിവസം മുഴുവൻ ഗുരുത്വാകർഷണം ഈ ഡിസ്കുകളെ ഞെരുക്കുന്നു. അതിനാൽ എല്ലാ ദിവസവും നമ്മൾ രാവിലെ ഉണ്ടായിരുന്നതിനേക്കാൾ അല്പം ചെറുതായിരിക്കും നമ്മൾ. മനസ്സിലായില്ലേ? അതായത് രാവിലെ ഉണർന്നയുടനെയുള്ള ആ സമയമാണ് ഒരു ദിവസത്തെ ഏറ്റവും ഉയരക്കൂടുതലുള്ള നമ്മുടെ സമയം. എന്നാൽ ബഹിരാകാശത്തെത്തുമ്പോൾ എന്താണ് മാറ്റം? ഇപ്പോൾ ഗുരുത്വാകർഷണം പെട്ടെന്ന് അപ്രത്യക്ഷമാകുമെന്ന് സങ്കല്പിക്കുക. ബഹിരാകാശ യാത്രികർക്ക് ഭ്രമണപഥത്തിൽ മൈക്രോഗ്രാവിറ്റി അനുഭവപ്പെടുന്നു. അതായത് ഏതാണ്ട് ഭാരമില്ലാത്ത അവസ്ഥ, ഭൂമിയുടെ വലിവില്ലാതെ. നേരത്തെ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നട്ടെല്ലിവിടെ കംപ്രസ് ചെയ്യപ്പെടുന്നില്ല, ഡിസ്കുകൾ വികസിക്കുന്നു, കശേരുക്കൾ അല്പം അകലത്തിൽ വ്യാപിച്ചിരിക്കുന്നു. ഇത് ശരീരത്തെ വലിച്ചു നീട്ടാൻ കാരണമാകുന്നു, പ്രത്യേകിച്ച് ശരീരം തന്നെ. ബഹിരാകാശത്ത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ബഹിരാകാശ യാത്രികർക്ക് 5 സെന്റിമീറ്റർ വരെ ഉയരത്തിൽ വളരാൻ കഴിയുന്നത് ഇതുകൊണ്ടാണെന്നാണ് പറയുന്നത്. അതായത് ഏകദേശം 2 ഇഞ്ചോളം. അതുകൊണ്ട് തന്നെ ചിലർക്ക് അവരുടെ യഥാർത്ഥ ബഹിരാകാശ സ്യൂട്ടുകളുമായി പൊരുത്തപ്പെടാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഇത് സുരക്ഷിതമാണോ? ഇത് വേദനിപ്പിക്കുമോ? ഉയരത്തിൽ വളരുന്നത് രസകരമായി തോന്നും, എന്നാൽ ഇത് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കും. ഇത് പല ബഹിരാകാശ യാത്രികരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യ ദിവസങ്ങളിൽ നടുവേദന, നട്ടെല്ലിലെ കാഠിന്യം, പേശിയുടെ ബലഹീനത, അതായത് ഗുരുത്വാകർഷണത്തിനെതിരെ പേശികൾ പ്രവർത്തിക്കാത്ത അവസ്ഥ. അതുകൊണ്ടാണ് ബഹിരാകാശ യാത്രികർ പ്രതിരോധത്തെ അനുകരിക്കുന്ന പ്രത്യേക യന്ത്രങ്ങൾ ഉപയോഗിച്ച് എല്ലാ ദിവസവും 2 മണിക്കൂർ വ്യായാമം ചെയ്യുന്നത്, അത് നിർബന്ധമാക്കുന്നത്. അവരുടെ എല്ലുകളെ ശക്തമായി നിലനിർത്താനും പേശികളെ സജീവമായി നിലനിർത്താനും ഇത് സഹായിക്കുന്നു. എന്നാൽ അവർ ഭൂമിയിലേക്ക് മടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ബഹിരാകാശ യാത്രികർ ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഗുരുത്വാകർഷണം അവരുടെ നട്ടെല്ല് വീണ്ടും ഞെരുക്കുന്നു. ഡിസ്കുകൾ പിന്നിലേക്ക് ചുരുങ്ങുന്നു. കുറച്ച് ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ ഉള്ളിൽ അവയുടെ യഥാർത്ഥ ഉയരത്തിലേക്ക് മടങ്ങുന്നു. അതായത് ബഹിരാകാശത്തേക്ക് പോയപ്പോൾ കിട്ടിയ ആ ഉയരക്കൂടുതൽ ഒരു സൂപ്പർ പവർ അല്ല, അത് ഗ്രാവിറ്റി അഥവാ ഗുരുത്വാകർഷണത്തിന്റെ പ്രത്യേകത കൊണ്ടാണ്. അപ്പോൾ അടുത്ത തവണ ആരെങ്കിലും ബഹിരാകാശ യാത്ര അത് വെറുതെ ഒഴുകി നടക്കുന്നതാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഓർക്കുക, അത് അക്ഷരാർത്ഥത്തിൽ മനുഷ്യ ശരീരത്തെ പുനർനിർമ്മിക്കുന്നതാണ്. ഈ ശാസ്ത്ര നിഗൂഢത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.